ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ധാതുക്കളെക്കുറിച്ച് ഒരു ഭൂപടമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഭൂപടത്തിൽ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് സ്വർണം, ഇരുമ്പ്, കൽക്കരി, മാംഗനീസ് ഇവയൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് സംസ്ഥാനങ്ങളിലെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഇത് ഈ പാർട്ട് കാണുന്നതിന് മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാർട്ട് കാണാൻ. എന്നാൽ മാത്രമേ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ ഒരു SCERT ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ക്ലാസ്സുകൾ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവല്, SCERT സംബന്ധമായിട്ടുള്ള എല്ലാ A to Z കാര്യങ്ങളും നമ്മൾ ഈ ഒരു SCERTയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപ്പാദന വ്യവസായം എന്താണെന്ന് ആദ്യം നമുക്ക് പറയാം. അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദന വ്യവസായം. അപ്പോൾ എന്താ ഉൽപ്പാദന വ്യവസായം എന്ന് പറഞ്ഞാൽ? നമ്മുടെ അസംസ്കൃത വസ്തുക്കളെ എന്തുപയോഗിച്ചിട്ട്? യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ, നമുക്ക് തൊട്ടടുത്തുള്ള വിപണികളാകാം, അതല്ലെങ്കിൽ വിദൂരത്തുള്ള വിപണികളാകാം, ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപ്പാദന വ്യവസായം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ധാതുക്കൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ധാതുക്കൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് ഓരോ ധാതുക്കളും പല സംസ്ഥാനങ്ങളിലും കൂടുതലുണ്ട്, കുറവുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളും ഉള്ള ധാതുക്കൾ, പലയിടത്തുമുള്ള ധാതുക്കളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ധാതുക്കൾ. ഇനി വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കൾ എന്ത് ചെയ്യുന്നു? വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ വ്യവസായമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ധാതുക്കളെയാണ് എന്ത് ചെയ്യുന്നത്? അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന വ്യവസായങ്ങളെ പ്രധാനമായും താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. അപ്പോൾ കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദന വ്യവസായങ്ങളെ താഴെ പറയുന്ന രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉൽപ്പാദന വ്യവസായങ്ങൾ തന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പാദന വ്യവസായങ്ങൾ. അപ്പോൾ കാർഷിക അധിഷ്ഠിത വ്യവസായം, ധാതു അധിഷ്ഠിത വ്യവസായം, രാസാധിഷ്ഠിത വ്യവസായം, വനാധിഷ്ഠിത വ്യവസായം, മൃഗാധിഷ്ഠിത വ്യവസായം. അപ്പം നമ്മൾ വ്യവസായത്തെ പ്രധാനമായിട്ട് നമ്മൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തതാണ് കാർഷികാധിഷ്ഠിത വ്യവസായം. അപ്പം നമുക്ക് കാർഷികമെന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ്?
കാർഷികാധിഷ്ഠിത വ്യവസായം. അതിനുദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഞ്ചസാര വ്യവസായം. അപ്പോൾ പഞ്ചസാര വ്യവസായം, പഞ്ചസാര ഉൽപ്പാദനം നമ്മൾ കേട്ടിട്ടുണ്ട്. കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, കരിമ്പ് ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏതാണ്? പഞ്ചസാര എന്ന് പറയുന്ന ഒരു കാർഷിക വ്യവസായം. പഞ്ചസാര ഒരു കാർഷിക അധിഷ്ഠിത വ്യവസായമാണ്. ഇനിയും കൂടുതൽ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. പരുത്തി. പരുത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു പരുത്തിയിൽ നിന്ന് നമ്മൾ തുണി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു കാർഷിക അധിഷ്ഠിത വ്യവസായമാണ് ഏത്? നമ്മുടെ പരുത്തി എന്ന് പറയുന്നത്. ഇനി ധാതു അധിഷ്ഠിത വ്യവസായമുണ്ട്. ധാതു അധിഷ്ഠിത വ്യവസായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായം ധാതു അധിഷ്ഠിതത്തിന് ഉദാഹരണമാണ്. ഇനി പറയുന്നത് എന്താ? രാസാധിഷ്ഠിത വ്യവസായം. ഉദാഹരണം എന്താണ്? പെട്രോളിയം വ്യവസായം രാസാധിഷ്ഠിത വ്യവസായമാണ്. എന്തെന്ന് പറയുന്നത്? പെട്രോളിയം വ്യവസായം എന്ന് പറയുന്നത്. ഇനിയുള്ളത് വനാധിഷ്ഠിത വ്യവസായമാണ്. വനാധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ ഏതാ? പേപ്പർ വ്യവസായം. അപ്പോൾ പേപ്പർ വ്യവസായം എന്ന് പറയുന്നത് ഒരു വനാധിഷ്ഠിത വ്യവസായമാണ്. ഇപ്പോൾ വനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുളകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ മുളകളിൽ നിന്നൊക്കെ നമ്മൾ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ വനാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം പേപ്പർ വ്യവസായമാണ്. ഇനി മൃഗാധിഷ്ഠിത വ്യവസായമുണ്ട്. അപ്പം മൃഗാധിഷ്ഠിത വ്യവസായം എന്ന് പറയുമ്പോൾ അതിലേതാ വരുന്നത്? തുകൽ വ്യവസായം. കന്നുകാലികളുടെയൊക്കെ തോല് വെച്ചിട്ടുള്ള വ്യവസായമാണ് മൃഗാധിഷ്ഠിത വ്യവസായം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഉൽപാദന വ്യവസായങ്ങളെന്ന് പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന ഉൽപാദന വ്യവസായങ്ങളുടെ ഭൂപടമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാന ഉൽപാദന വ്യവസായങ്ങൾ, അതായത് ഇരുമ്പുരുക്ക് വ്യവസായം പറഞ്ഞിട്ടുണ്ട്, പരുത്തിത്തുണി വ്യവസായം, പെട്രോളിയം രാസ വ്യവസായം, പട്ടുതുണി വ്യവസായം എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഉള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായമുള്ള ഇവിടെ സൂചിക നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഭൂപടം നോക്കുകയാണെങ്കിൽ സൂചികയിൽ ഈ ഒരു ബ്ലൂ സ്പോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായം ഉള്ളതെന്ന് കണ്ടെത്താം. അതുപോലെ ഇലക്ട്രോണിക് വ്യവസായം ഇതേപോലെ ഒരു സൂചിക തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വ്യവസായമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതും ഇവിടെ ഏതൊക്കെയാണ്? നമ്മുടെ പുതുച്ചേരി വരുന്ന, തമിഴ്നാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം തമിഴ്നാട്. അവിടെ നമ്മൾ ആ കോളത്തിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ എന്താണ്? തമിഴ്നാട്. അതുപോലെ തമിഴ്നാട് വരുന്നുണ്ട്, കർണാടകം വരുന്നുണ്ട്, നമ്മുടെ ഗോവ, കർണാടകം പറഞ്ഞു, കർണാടകം, പിന്നീട് മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ നമ്മുടെ തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി, അതായത് ഉത്തർപ്രദേശ്, ന്യൂഡൽഹി ആ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഇവിടെയെല്ലാം. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോട്ട് വരികയാണെങ്കിൽ ആസാമുണ്ട്, നാഗാലാൻഡ്, പിന്നെ എവിടെയാണ്? ആസാമിലും നാഗാലാൻഡിലും ഒക്കെ എന്തുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക് വ്യവസായം ഉണ്ട്. ഇനി പെട്രോളിയം രാസവ്യവസായത്തിന് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്പോട്ടാണ്. പെട്രോളിയം രാസവ്യവസായങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. പെട്രോളിയം രാസവ്യവസായങ്ങൾ ഉള്ളത്
പെട്രോളിയം രാസവ്യവസായമുള്ളത് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നതാണ് ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര, നമ്മുടെ തെലങ്കാന, അതായത് ആന്ധ്രാപ്രദേശ്, പിന്നെ എവിടെയാണ് തമിഴ്നാട്, കേരളത്തിൻ്റെ കുറച്ച് ഭാഗം, ഗോവയിലെ കുറച്ച്, പിന്നീട് പശ്ചിമ ബംഗാൾ, ഈ ഭാഗങ്ങളിലൊക്കെ ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെ എന്തുണ്ട്, പെട്രോളിയം രാസവ്യവസായങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ പഞ്ചാബ്, ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം രാസവ്യവസായം ഉണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് പട്ടുതുണി വ്യവസായമാണ്. പട്ടുതുണി വ്യവസായം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം തമിഴ്നാട്, പട്ടുതുണി വ്യവസായമുള്ളത് തമിഴ്നാടുണ്ട്. പിന്നീട് എവിടെയാണ് ആന്ധ്രാപ്രദേശിലുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പിന്നീട് ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ആസാം, പിന്നീട് ജാർഖണ്ഡ്, ഇവിടെയൊക്കെ എന്തുണ്ട്, ഒഡീഷ, ഇവിടെയൊക്കെ എന്തുണ്ട്, പട്ടുതുണി വ്യവസായം നിലവിലുണ്ട്. ഇനി പരുത്തിത്തുണി വ്യവസായമാണ് ഈ ഒരു മഞ്ഞ ബോക്സ് തന്നിരിക്കുന്നത്. പരുത്തിത്തുണി വ്യവസായമുള്ളത് കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, കർണാടകം, പിന്നീട് ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെ തുടങ്ങി ഒട്ടുമുക്കാൽ ഭാഗം സ്ഥലങ്ങളിലും എന്തുണ്ട്, ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെ എന്തുണ്ട്, പട്ടുതുണി വ്യവസായമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചു പോകാൻ സാധിക്കും. ഇനി നമ്മൾ ഖന വ്യവസായത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഖനവ്യവസായം എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ഖനവ്യവസായം എന്നറിയപ്പെടുന്ന വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെയാണ് ഖനവ്യവസായം എന്ന് വിളിക്കുന്നത്. നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ്. അപ്പം നമ്മൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ പറഞ്ഞു, അതിൽ ഇരുമ്പുരുക്ക് വ്യവസായം പറഞ്ഞു. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രത്യേകത എന്താണ്? വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു. അപ്പോൾ അടിസ്ഥാന വ്യവസായം എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വ്യവസായം എന്ന് ചോദിക്കാം. ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തെയാണ് അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായം ഖന വ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഖന വ്യവസായം. ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം എന്ത്? ഇന്ത്യയാണ് എന്ന് പറയാം. ഇനി ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം. പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യവിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ സേവന മേഖലയെ പിന്തുണയ്ക്കുന്നതും ഒക്കെ ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതും എന്താണ്? ഈ ഒരു ഇരുമ്പുരുക്ക് വ്യവസായമാണ്.
ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അടിത്തറയാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി ഇവിടെ സൈഡിൽ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബേൺപൂർ, ബൊക്കാറോ, ജംഷഡ്പൂർ, ദുർഗാപൂർ, കെന്ദുന്താർ ഖണ്ഡ്, പാരദീപ്, റൂർക്കേല, വിശാഖപട്ടണം, ചന്ദ്രപൂർ, ഭിലായ്, റായ്ഗഡ്, ബെല്ലാരി ഇതൊക്കെ ഇന്ത്യയിലെ, പിന്നീട് ഒന്നുകൂടിയുണ്ട് സേലം. ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒഡീഷ എടുക്കുകയാണെങ്കിൽ ഒഡീഷയിൽ ഏതൊക്കെയാണ്? റൂർക്കേല, പാരദീപ്, കെന്ദുന്ധാർഗഡ് ഇതാണ് ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ. ഒഡീഷ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂർക്കേല നമുക്ക് പറയാം, അതുപോലെ കെന്ദുന്ധാർഗഡ്, പാരദീപ് ഇതൊക്കെയാണ് ഒഡീഷയിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അപ്പോൾ ഒന്നുകൂടി പറയാം. കെന്ദുന്ധാർഗഡ്, പാരദീപ്, റൂർക്കേല ഇതൊക്കെ ഒഡീഷയിലാണ് വരുന്നത്. ഇനി ആന്ധ്രയിലോട്ട് വരികയാണെങ്കിൽ വിശാഖപട്ടണം, കർണാടകയിലാണെങ്കിൽ ബെല്ലാരി, പിന്നെ ഏതാണ്? സേലത്താണെങ്കിൽ തമിഴ്നാട് പറയാം. സേലമാണെങ്കിൽ തമിഴ്നാട്ടിലാണ്. പിന്നീട് നമുക്ക് വരുമ്പോൾ ഭിലായി, ചന്ദ്രപൂർ ഇതെല്ലാം മഹാരാഷ്ട്രയിലാണ്. ഭിലായും ചന്ദ്രപൂറും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. പിന്നെ ബൊക്കാറോ, ജംഷഡ്പൂർ, റായ്ഗഡ് എന്നിവ, അതുപോലെ റായ്ഗഡ്, ഭിലായ് എന്നിവ ഛത്തീസ്ഗഡിലാണ്. ജംഷഡ്പൂർ, ബൊക്കാറോ ഇതൊക്കെ ജാർഖണ്ഡിലാണ്. പിന്നെ നമ്മുടെ ബേൺപൂർ പറഞ്ഞിട്ട് ബേൺപൂറും ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെന്ന് പറയുന്നത്. ഇനി പറഞ്ഞിട്ടുള്ളത് ഒഡീഷ സംസ്ഥാനത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഒഡീഷയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമ്മൾ പറഞ്ഞു. റൂർക്കേല, കെന്ദുന്ധാർഗഡ്, പാരദീപ് എന്നിവയാണ് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ എന്ന് പറയുന്നത്. അതുപോലെ ജംഷഡ്പൂർ ഇവിടെ അതിർത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. റായ്ഗഡും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റായ്ഗഡും ജംഷഡ്പൂറും ഒഡീഷയുമായി ചേർന്ന് കിടക്കുന്നതാണ്. ജംഷഡ്പൂറും അതിൻ്റെ അതിർത്തിയിലോട്ട് ചേർന്ന് കിടക്കുന്നതാണ്. പിന്നെ റായ്ഗഡും അവിടെ അടുത്ത് വരുന്നതാണ്. അത് രണ്ടും നമ്മുടെ ജാർഖണ്ഡിലോട്ട് ചേർന്ന് വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്ന ഇതിൻ്റെ പ്രത്യേകത നോക്കാം. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ധാതുലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി. അപ്പോൾ ഈ ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ചോദിച്ചാൽ എന്താണ്? അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതുപോലെ ധാതുലഭ്യത, ജലലഭ്യത ഇവയൊക്കെയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായത്. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി, താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താണ്? ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം കാണപ്പെടുന്ന ഒറീസയിലെ 3 കേന്ദ്രങ്ങൾ ഏതെല്ലാം? 3 കേന്ദ്രങ്ങളാണ്. അത് ഒന്ന് കിയോഞ്ചർ, ഒന്ന് സുന്ദർഗഡ്, ഒന്ന് മയൂർഭഞ്ച് എന്നിവയാണ്. ഇവിടെ ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരമുണ്ട്. ഇനി കൽക്കരി താൾച്ചർ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പോൾ കൽക്കരി കാണപ്പെടുന്ന ഒറീസയിലെ പ്രധാന കേന്ദ്രമാണ് താൾച്ചർ.
ഇനി റൂർക്കേലയിലും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി. അപ്പോൾ റോഡ് ശൃംഖലകളുണ്ട്, അതുപോലെ റെയിൽവേ ശൃംഖലകളുണ്ട്, ഈ റോഡ് ഹൈവേകളുണ്ട്. ഇതൊക്കെ എന്താണ്? വ്യവസായശാലകളെ, നമ്മുടെ റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്നതാണ്. കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറി. അപ്പോൾ ഒഡീഷയിൽ എന്തൊക്കെയാണ്? ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂലമായത് തീരപ്രദേശങ്ങളും തുറമുഖങ്ങളുമാണ്. ഇത് എന്ത് ചെയ്തു? ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറുന്നതിന് കാരണമായി. ഇനി ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, രണ്ടാമത്തത് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ. ഇനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ, ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത, ഇതൊക്കെ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? മൂലധനമുണ്ടാകും, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. ചിത്രത്തിൽ നിന്നും ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതൊക്കെയാണ്? ജലലഭ്യത, നദി അടുത്തുണ്ട്, അതുപോലെ തുറമുഖ സാമീപ്യം, കൊൽക്കത്തയാണ്, വിപണി കൊൽക്കത്തയും മുംബൈയും ഒക്കെ. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ടിസ്കോയെ എന്തിന് സ്വാധീനിച്ചത്? ഇവിടുത്തെ ഈ ഒരു ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ. അവിടുത്തെ നദി ഏതാണ്? ദാമോദർ നദി, അതുപോലെ ഛാരിയ, ഇതൊക്കെ അവിടുത്തെ നദികളാണ്. സുവർണരേഖ നദിയുണ്ട്, അതുപോലെ കോയൽ നദിയുണ്ട്, ഇതൊക്കെ ഇവിടുത്തെ നദികളാണ്. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതിനോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ശീതളപാനീയ വ്യവസായം ജല ദൗർലഭ്യത രൂക്ഷമാക്കുന്നു. പുക നിറഞ്ഞ് ഡൽഹി ജനജീവിതം ദുസ്സഹമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ വിഷലിപ്തമായി യമുന നദി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു കൊളാഷാണ്, വാർത്തകൾ വന്ന കൊളാഷാണ് തന്നിരിക്കുന്നത്. മുകളിൽ കൊടുത്ത വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇവയെ സൂചിപ്പിച്ചിരിക്കുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു ഇവയെല്ലാം ഉൽപാദന വ്യവസായങ്ങളുടെ അനന്തരഫലങ്ങളാണ് അല്ലേ? ഇവയുടെ പ്രധാന പ്രത്യാഘാതമാണ് മലിനീകരണം. അപ്പോൾ ഈ വ്യവസായങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്താണ്? ഒന്നാമത്തത് മലിനീകരണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം. അപ്പോൾ മലിനീകരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജലം മലിനമാകാം, അല്ലെങ്കിൽ വായു മലിനമാകാം, അല്ലെങ്കിൽ മണ്ണ് മലിനമാകാം. ഇതിലെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പം മലിനീകരണത്തിന് കാരണം എന്താണ്? മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ്. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മലിനീകരണം എന്തിന് കാരണമാകുന്നു? ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുന്നു, അതുപോലെ പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി വിവിധ തരം മലിനീകരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് വായു മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അപ്പോൾ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വൻ വിഷവാതകങ്ങൾ ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവയാണ്. ഇത് അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു. ഇനി ജലമലിനീകരണമുണ്ട്. എങ്ങനെയാണ്?
വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. ഇത് ജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും ജലസ്രോതസ്സുകളെയും സാരമായി ബാധിക്കുന്നു. മണ്ണ് മലിനീകരണമുണ്ട്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ് തുടങ്ങിയവ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തതാണ് ശബ്ദമലിനീകരണം. എങ്ങനെയാണ്? വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി വിഭവ ശോഷണം എന്താണ്? ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ വിഭവ ശോഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗമാണ് എന്തിനു കാരണം? വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അത് വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി പ്രാദേശിക അസമത്വം എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇതൊക്കെ കാരണമാണ്. ഇനി കുടിയേറ്റമുണ്ട്. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒന്നിലെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുടിയേറി പാർക്കുന്നു. അതാണ് കുടിയേറ്റം. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. ഇനി നഗരവൽക്കരണമുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? നഗരവൽക്കരണം എന്ന് പറയുന്നത്. വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഭവ ശോഷണമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ശാസ്ത്രീയമായ വിഭവ വിനിയോഗത്തിലൂടെ വിഭവ സംരക്ഷണം സാധ്യമാക്കാം. അപ്പോൾ എന്താണ് വിഭവ സംരക്ഷണം എന്നൊന്ന് നോക്കാം. വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ എന്ത് ചെയ്യുന്നു? വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വിഭവങ്ങളുടെ പുനരുപയോഗം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വനസംരക്ഷണം, ഇതൊക്കെ എന്താണ്? വിഭവ സംരക്ഷണത്തിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണ്. വിഭവ സംരക്ഷണ മാർഗങ്ങളാണ്. വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയം ഏതാണ്? സുസ്ഥിര വികസനമാണ്. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം?
ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. അപ്പോൾ ഭാവി തലമുറയ്ക്ക് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ എന്ത് ചെയ്യുന്നു? നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. അപ്പോൾ സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? വിഭവങ്ങളുടെ പുനഃചംക്രമണം ചെയ്യുക, അതുപോലെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, ഇവയാണ് സുസ്ഥിര വികസനത്തിലെത്താനുള്ള മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2030 എന്തിലെത്തുക? സുസ്ഥിര വികസനത്തിലെത്തുക. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വച്ച 17 ലക്ഷ്യങ്ങളുണ്ട്. അവയുടെ സഞ്ചയനമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? പ്രധാന ധാതുക്കളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാൻ കുട്ടികൾക്കാണ്. മലിനീകരണം തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രദേശത്തെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിഭവ സംരക്ഷണത്തെ ആസ്പദമാക്കി ഡിജിറ്റൽ പതിപ്പ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് സുസ്ഥിര വികസനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുക. അതുപോലെ ഇന്ത്യയുടെ ധാതു വിഭവങ്ങൾ, ഉൽപാദന വ്യവസായങ്ങൾ എന്നിവയുടെ ഭൂപടം തയ്യാറാക്കി എൻ്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.